സക്സസ് ഫെയിലിയർ ഇത് രണ്ടും ഒന്നിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുതെന്ന് എനിക്ക് പറയാം. കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ അവൈലബിൾ ആക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. യൂട്യൂബിൽ നിന്നാണ് പിന്നീട് നമ്മളിപ്പോൾ ഉള്ള ഒരു JPS ക്ലാസ്സസ് എന്ന് പറയുന്നത് സംരംഭത്തിലേക്ക് എത്തിയത്. വീട്ടിലേക്ക് ഒരു 7 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാൽ പോലും വീട്ടിൽ ഞാൻ പോയ ആകെ 2 ദിവസമാണ്. ഒരു വർഷം പഠിക്കുന്നതിൽ ഒരു പാതി പേരെ നമുക്ക് ഡോക്ടേഴ്സ് എന്നുള്ളൊരു സ്വപ്നത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. സ്ട്രഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ യാത്രയിൽ മൊത്തം സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മൾ അത്ര ഹാപ്പി ആയിരുന്നില്ല. വെൽക്കം ടു എംപവേർഡ് ജേർണീസ് വിത്ത് PK. ഫസ്റ്റ് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഒരേ നാട്ടുകാരാണ്, കോഴിക്കോടുകാരാണ്. അപ്പം ഇത്രയും വലിയൊരു യങ് എൻ്റർപ്രണറായിട്ടുള്ള ആൾ നമ്മുടെ കോഴിക്കോട് നമ്മുടെ സൗഹൃദത്തിലുണ്ടെന്ന് പറയുന്നത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. സാധാരണ ഈ കാലഘട്ടത്തിൽ ബിസിനസ് അതിനേക്കാൾ കൂടുതൽ സേഫ് സോണായിട്ട് ആളുകൾ നോക്കുന്നത് ജോബുകളാണ്. ഓൾറെഡി ഡോക്ടറാണ്. അപ്പം എന്താണ് ഈ പറഞ്ഞ സേഫ് സോണായിട്ടുള്ള ഡോക്ടർ എന്നുള്ളത് നോക്കാതെ ഒരു ബിസിനസ്സിലേക്ക് വരാനുള്ള റീസൺ? സത്യത്തില് ബിസിനസ്സിലേക്ക് വന്നതല്ല, ബിസിനസ്സിലേക്ക് എത്തപ്പെട്ടതാണല്ലേ. അതായത് എനിക്ക് ഓൾറെഡി എൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ പഠിപ്പിക്കാൻ ഇഷ്ടം വരുന്നതും വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് അങ്ങനെ ആ സമയത്ത് ഒരു ഇൻകം സോഴ്സ് ആയിട്ട് ഞാൻ ആദ്യം ട്യൂഷൻ ക്ലാസ്സുകളൊക്കെ എടുക്കായിരുന്നു. അങ്ങനെയാണ് സത്യത്തിൽ ഈ ഒരു എൻട്രൻസ് ഫീൽഡ് ട്യൂഷൻ ഫീൽഡിലേക്ക് എത്തിപ്പെടുന്നത്. പിന്നെ ആ ഒരു ഫീൽഡിൽ ഏറ്റവും ബെസ്റ്റ് ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ക്ലാസ്സുകൾ എടുത്ത് മുന്നോട്ടേക്ക് പോയത്. നമ്മുടെ ഒരു കോവിഡ് വന്ന സമയത്ത് എന്താ പറയുക, കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ അവൈലബിൾ ആക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ആ യൂട്യൂബിൽ നിന്നാണ് പിന്നീട് നമ്മളിപ്പോൾ ഉള്ള ഒരു JPS ക്ലാസ്സസ് എന്ന് പറയുന്നത് സംരംഭത്തിലേക്ക് എത്തിയതല്ലേ. ശരിക്കും പറഞ്ഞാൽ കൊറോണ കുറേ ആളുകൾക്ക് വലിയ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കൊരു കൊറോണ വേറൊരു രീതിയിലുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറിയിരുന്നു അല്ലേ? ഉറപ്പായിട്ടും. അതുപോലെ തന്നെ ഈ സ്വന്തം നാട്ടിലാണല്ലോ ഇപ്പോൾ ഈ സ്ഥാപനം നടത്തുന്നത്. അപ്പം പണ്ട് നമ്മൾ കളിച്ചു വളർന്ന അല്ലെങ്കിൽ നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിന്ന ആ സ്ഥലത്ത് സ്വന്തമായിട്ട് ഇങ്ങനൊരു സ്ഥാപനം. എത്ര സ്റ്റാഫുകളുണ്ട് ഇപ്പോൾ ഇവിടെ? നമുക്കിപ്പോൾ ഒരു 45ഓളം സ്റ്റാഫ്. 45. അപ്പം ഒരു 45 ഫാമിലിക്ക് നമുക്ക് എന്താ ചെയ്യുക, സർവൈവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് സ്വന്തം നാട്ടിൽ തന്നെ. അപ്പം അങ്ങനെയൊക്കെ ഈ ഒരു മൊമെന്റിൽ വന്ന് നിൽക്കുന്ന സമയത്ത് പ്രതീക്ഷിച്ചിരുന്നോ ഒരിക്കലും ഞാൻ ഇങ്ങനെ ആവും അല്ലെങ്കിൽ ഈ ഒരു മൊമെന്റിൽ എത്തും? ഒരിക്കലും ഇല്ല. മുന്നേ ഉണ്ടായിരുന്നു ഒരു ട്യൂഷൻ സെന്റർ തുടങ്ങണം, അതായത് ചെറിയൊരു സ്ഥാപനം നാട്ടിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പലരും നമ്മളിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാവരുടെയും ഒരു ചിന്ത എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുമ്പോൾ ടൗൺ ഏരിയയിലേക്ക് കുട്ടികൾ പോകും. നമ്മൾ സാധാരണ ഈ കൊയിലാണ്ടി പോലുള്ള സ്ഥലത്തേക്ക് വരാന്ന് പറഞ്ഞാൽ ഇവിടെ സാധാരണ ട്യൂഷൻ സെന്ററുകളാണ്. തുടങ്ങുമ്പോഴും കുറെ ആൾക്കാർ മുന്നിൽ വെച്ചൊരു സജഷനാണ് കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്യണം, ഇവിടത്തേക്ക് എത്തൂല എന്നുള്ളത്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ബാച്ചിൽ തന്നെ കുറെ ആളുകൾ ദൂരത്തിൽ നിന്ന് കോട്ടയം, കൊല്ലം, ആലപ്പുഴ ആ ഭാഗത്ത് നിന്നൊക്കെയുള്ള കുട്ടികൾ ആദ്യം തന്നെ കൂടുതൽ വന്നത്. ഫസ്റ്റ് ബാച്ച് മുതലേ നമുക്ക് ഈ ചെറിയ കൊയിലാണ്ടി ആണെങ്കിൽ നമ്മളെ നാട്ടില് ഇത് ഏറ്റവും ബെസ്റ്റ് ആവണം എന്നുള്ള ആഗ്രഹം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ തുടങ്ങിയത്. ഓവറോൾ നമ്മുടെ ഈ 40-50 സ്റ്റാഫുകൾ എന്ന് പറയുന്നത് അവരാണ് നമ്മുടെ JPSന്റെ സക്സസിന്റെ പിന്നിലെല്ലാം തന്നെ. അവര് ത്രൂ ഔട്ട് അത്ര കണ്ടിട്ട് അവരെടുക്കുന്ന എഫേർട്ടാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വളർച്ച. ശരിക്കും പറഞ്ഞാൽ എംപ്ലോയീസ് ആണ് നമ്മളെ സത്യം, അവരാണ് ശരിക്കും നമ്മുടെ ബോസ്. കൊണ്ടുപോകുന്നത്. ഈ ഒരു ഏകദേശം എത്ര വർഷത്തോളം ഈ ബിസിനസ് നമ്മളെ? ഇപ്പൊ നമ്മൾ 5 വർഷമായി. 5 വർഷം. ഈ 5 വർഷത്തെ ബിസിനസിന്റെ ട്രാവലിൽ ഏറ്റവും എന്താ പറയാ, ഒരു വല്ലാത്തൊരു സ്റ്റേജ് ഉണ്ടാവല്ലേ, നമ്മൾ സ്ട്രഗിൾ ചെയ്തൊരു സ്റ്റേജും അതുപോലെ തന്നെ ഏറ്റവും എൻജോയ് ചെയ്തൊരു സ്റ്റേജും ഉണ്ടാവല്ലോ. ആ 2 സ്റ്റേജുകൾ ഏതെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ യാത്രയിൽ മൊത്തം സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മൾ അത്ര ഹാപ്പി ആയിരുന്നില്ല. അതിൽ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടില് ഞങ്ങളെല്ലാവരുടെയും കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഫസ്റ്റ് ബാച്ചിൽ ഉണ്ടായിരുന്ന കുട്ടി. അവള് ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു യാത്രയിൽ ഇപ്പൊ കാലിക്കറ്റ് മെഡിക്കൽ കോളേജില് സെക്കൻഡ് ഇയർ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആക്സിഡന്റ് ഉണ്ടായി. അപ്പോൾ എന്താ പറയാ, പെട്ടെന്ന് അങ്ങനെ ഒരു കുട്ടി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തന്നെ ഗ്രോത്തിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ഒരാളായിരുന്നു. അപ്പോൾ ആ ഒരു യാത്രയില് ആ കുട്ടി ഇല്ലാണ്ട് പോയപ്പോൾ ഓരോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് മൊത്തം അതങ്ങ് ഒരു മാസത്തോളം എല്ലാവരും ഒന്ന് സ്റ്റക്ക് ആയിരുന്നു. അതുപോലെ തന്നെ കോവിഡിന്റെ സമയത്ത് നമ്മൾ തുടക്കത്തില് എന്തൊക്കെയോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ ഇൻസ്റ്റേറ്റ് ആരൊക്കെയോ നീങ്ങിയ കാരണം ഒരു 1 വീക്കോളം ഇൻസ്റ്റിറ്റ്യൂട്ട് അടച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഈ 2 കാര്യങ്ങൾ പിന്നെ പറഞ്ഞാൽ എല്ലാവരുടെയും പോലെ തന്നെ ആ ഗ്രോയിങ് ഫേസിൽ ഉണ്ടാവുന്ന ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങൾ നമ്മളെ ഓരോ മൊമെന്റിലും തളർത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ദൈവം സഹായിച്ച കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് നല്ല പോകുന്നുണ്ട്. പിന്നെ ഏറ്റവും ഹാപ്പിനെസ് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അക്കാഡമിക് ഇയറിൽ JPS 2 ഏറ്റവും ബെസ്റ്റ് റാങ്കുകൾ വന്നു. അതായത് കേരളത്തിൽ കുറെ സ്ഥാപനങ്ങളുണ്ട്, 10,000 കണക്കിന് കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്.
ആദ്യത്തെ കേരള 20 റാങ്കിനുള്ളിൽ ഈ വർഷം നമുക്ക് കാറ്റഗറി റാങ്ക് എടുത്തു കഴിഞ്ഞാൽ 2 പേര് വന്നു. ജനറൽ റാങ്ക് എടുത്തു കഴിഞ്ഞാൽ 20-നുള്ളിൽ ഒരു കുട്ടി വന്നു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂഷന് ഇത്രയും നല്ല റിസൾട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കാരണം ഇവിടെ 10,000-ന് മുകളിൽ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിന് 20-നുള്ളിൽ ഒരു റിസൾട്ട് പോലും ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് ഒരു 224 കുട്ടികളിൽ നിന്നാണ് ഒരു കുട്ടി നമുക്ക് ഫസ്റ്റ്, അതായത് കേരള ആദ്യത്തെ 20-നുള്ളിൽ റിസൾട്ട് ആവുന്നത്. അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. നമ്മൾ ഒരിക്കലും ഇവിടെ അഡ്മിഷൻസ് എടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻസിനെ നോക്കിയിട്ട് മാർക്ക് നോക്കിയിട്ടല്ല ഇവിടെ എടുക്കുന്നത്. ഇവിടെ സാധാ മക്കളെ, അതായത് ഒരു ആവറേജ് ലെവലിലുള്ള കുട്ടികളെ നമ്മൾ ചൂസ് ചെയ്യുന്നില്ല, അവർ നമ്മളെ ചൂസ് ചെയ്യുന്നു, അവരിൽ നിന്ന് നമ്മൾ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അതാണ് ഏറ്റവും സന്തോഷമുള്ളത്. ഈ ഒരു വരാൻ പോകുന്ന വർഷം ഒരു സിംഗിൾ ഡിജിറ്റ് റാങ്ക് ഉണ്ടാവും എന്നുള്ള എക്സ്പെക്ടേഷനിൽ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവട്ടെ. നമ്മളെ ഈ സ്ഥാപനത്തിന് മുന്നോട്ട് പോകുന്ന ബ്രാഞ്ചുകളും കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ള അങ്ങനെ പ്ലാനുകൾ എന്തെങ്കിലും ഉണ്ടോ? ഈ അക്കാഡമിക് ഇയറിൽ നമ്മളിപ്പോ ബാലുശ്ശേരി പിന്നെ കാസർഗോഡ് ഈ 2 സ്ഥലങ്ങളിലും കൂടെ ട്യൂഷൻ സെന്ററുകളുണ്ട്. പിന്നെ റിപ്പീറ്റഡ് പ്രോഗ്രാം അടുത്തൊരു അക്കാഡമിക് ഇയറിൽ കോഴിക്കോടേക്കും മലപ്പുറത്തേക്കും എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പ്ലാൻ. എന്തായാലും ഒരു 2-3 വർഷം കഴിയുമ്പോൾ കേരളത്തിൽ മൊത്തം സ്ഥാപനങ്ങളായിട്ടുള്ള ഒരു എന്റർപ്രണറെ ഇന്റർവ്യൂ ചെയ്യാനുള്ള അവസരങ്ങൾ തരണം. നിങ്ങൾ വലിയൊരു ഡയറക്ടറായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളിലൊക്കെ നമുക്കൊരു, അതായത് വലിയൊരു ഷോ ഒക്കെ വരാൻ പോകുന്നത് ഉറപ്പായിട്ടും ആ ഷോയിലൊക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങളുടെ ഈ ഒരു ഫാമിലിനെ മൊത്തത്തിൽ നമ്മളൊരു ഫാമിലിയാണ് അല്ലേ. അപ്പം കൊയിലാണ്ടിയാണ് സ്ഥലം. കൊയിലാണ്ടി എവിടെയാണ് പഠിച്ചത്? ഞാൻ കൊയിലാണ്ടിയല്ല പഠിക്കുന്നത്. ഞാൻ തന്നെ അമ്മയുടെ നാട് മണിയൂരായിരുന്നു. അപ്പൊ മണിയൂരാണ് എന്റെ ആദ്യം ഒരു 7ാം ക്ലാസ് വരെ മണിയൂരായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പയ്യോളിയില്ല 8th മുതൽ 12th വരെ പയ്യോളി ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. ഗവൺമെന്റ് സ്കൂൾ തന്നെ കംപ്ലീറ്റ് ആയിട്ട്. അത് കഴിഞ്ഞിട്ട് നേരെ BDS-ന് കാസർഗോഡായിരുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ BDS-നൊക്കെ പോകുന്ന സമയത്ത് കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ഫീസ് കൊടുക്കാൻ പോലും എമൗണ്ട് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ ആളുകളുടെ സപ്പോർട്ട്, സത്യം പറഞ്ഞാൽ നാട്ടിൽ നിന്നുള്ള ഒരു വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ തന്നെ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൽ നിന്നാണ് പിന്നീട് ക്ലാസ് എടുത്ത് അങ്ങനെ ഒരു ഇൻകം കണ്ടെത്തുന്നത്. അങ്ങനെയൊക്കെയാണ് പിന്നെ മുന്നോട്ടേക്ക് എത്തുന്നത്. സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ആ ഒരു ശ്രമമാണ് ഇന്നൊരു വലിയ സ്ഥാപനമായിട്ട് മാറിയത്. 10-40ഓളം സ്റ്റാഫുകൾക്ക് വരുമാനമുള്ള ഒരു പ്രചോദനമായി മാറിയത് അല്ലേ. ഇതിന്റെ കൂടെ നമുക്ക് വേറെ അഡീഷണൽ മെസ് ഹോസ്റ്റൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ ഒരു 20ഓളം സ്റ്റാഫുകളെല്ലാം കൂടെ നമുക്കൊരു 65ഓളം ആളുകൾ മൊത്തത്തില് JPS-ആയിട്ട് ഇന്ന് മുന്നോട്ടേക്ക് പോയി. വലിയൊരു സക്സസ് ആണ്. അതൊരു ഡോക്ടർ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് വരുമാനം പോലും ഇല്ലാത്ത ഒരാൾക്ക് ഇന്ന് 10-65ഓളം ആളുകൾക്ക് വരുമാനം കൊടുക്കുന്ന ഒരാളെ മാറുക പറഞ്ഞാൽ തീർച്ചയായിട്ടും വലിയൊരു സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പം ഈ കാലഘട്ടത്തിൽ കുറേ ആൾക്കാർ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ആളാണ്. അപ്പോൾ സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ആൾക്കാർ പല ആൾക്കാരും ഫെയിലിയർ ആവുന്നുണ്ട്. പിന്നെ അവരുടെ എക്സ്പീരിയൻസ് കഴിഞ്ഞ് കുറച്ച് കഴിയുന്ന സമയത്ത് പിന്നെ അവർ സക്സസ് ആവുന്നുണ്ട്. സോ എക്സ്പീരിയൻസ് വലിയൊരു ഘടകമാണല്ലോ. അപ്പം നമ്മൾ ഇൻ്റർവ്യൂവിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇതുപോലെ സക്സസ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന എൻ്റർപ്രണേഴ്സിൻ്റെ എക്സ്പീരിയൻസും പുതുതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ആളുകൾക്ക് ഷെയർ ചെയ്യാന്നുള്ളതാണ്. അപ്പം ഈ പുതുതായിട്ട് വരുന്ന ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുന്ന സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളോട് പറയാനുള്ള കാര്യം എന്താണ് ബിസിനസ് ചെയ്യുമ്പോൾ? അങ്ങനെ ചോദിച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, സക്സസ് ഫെയിലിയറും ഇത് രണ്ടും ഒന്നിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് കഴിഞ്ഞാല് നമ്മൾ എന്തായാലും ഒരു സക്സസിലേക്ക് എത്തുന്ന സമയത്ത് കുറേ ഫെയിലിയർ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ആ ഫെയിൽ ആകുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ ഓരോ പാഠങ്ങൾ പഠിക്കുന്നത്. എന്നാൽ നമുക്ക് കുറേ ബുദ്ധിമുട്ടുകൾ സംഭവിച്ചിട്ടുണ്ട് തുടക്കത്തില്. ഓരോ തവണയും നമ്മൾ ഫിനാൻഷ്യലി നല്ല ബുദ്ധിമുട്ടുകൾ ആ സമയത്ത്, പക്ഷെ എന്താ പറയാ, ആ സമയത്ത് ഇട്ടെറിയാൻ തോന്നുന്നു നമുക്ക്, മതി എല്ലാം നിർത്തിയിട്ട്. എന്നാൽ നമ്മളെ ഫുൾ ടൈം നമ്മൾ ഇതിൽ കൊടുക്കുകയാണ്. ആദ്യത്തെ ഒരു അക്കാഡമിക് ഇയറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഒരു 7 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാൽ പോലും വീട്ടിൽ ഞാൻ പോയത് ആകെ 2 ദിവസമാണ്. ഒരു വർഷത്തില് 2 ദിവസം മാത്രമേ വീട്ടിലേക്ക് പോയത്. ഫുൾ ടൈം ഇവിടെ തന്നെയാണ് കുട്ടികളുടെ കൂടെ, ഹോസ്റ്റലും കാര്യങ്ങളായിട്ട്. എന്നാൽ നമുക്ക് ഇവിടുന്ന് മാറി നിൽക്കാൻ തോന്നുന്നില്ല. എന്നാൽ ഇതിനൊരു സക്സസിലേക്ക്, ഒരു അടുത്ത സ്റ്റേജിലേക്ക് എത്തിക്കണം. അതുവരേക്ക് നമുക്ക് വേറെ റെസ്റ്റ് ഇല്ല. ഇതിനിടയിൽ വരുന്ന കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതിന് ഓരോന്നിനെ തരണം ചെയ്ത് പോവാന് നമ്മൾ മനസ്സുകൊണ്ട് സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ മുന്നോട്ടേക്ക് എത്തും എന്നുള്ള ഉറപ്പാണ്. എന്നാൽ അതിനിടയിൽ നമുക്ക് സംഭവിക്കുന്ന എന്ത് കാര്യങ്ങളാണ്, നമുക്ക് ആദ്യത്തെ വർഷം കഴിഞ്ഞ് 2ാമത്തെ വർഷം പോകുമ്പോഴും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഓരോ തവണ ഉണ്ടാവുന്നുണ്ട്. അതായത് ആ സമയത്ത് നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഒരിക്കലും മുന്നോട്ടേക്ക് എത്തിക്കാൻ പറ്റൂല. സത്യം പറഞ്ഞാൽ ഫെയിലിയർ അതിന്റെ ഒരു പാർട്ടായിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോവാ. അങ്ങനെയാണ് ഏതൊരാൾക്കും ഏറ്റവും ബെസ്റ്റ് ഒരു സംരംഭം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തന്നെയാണ് നമുക്ക് നമ്മുടെ ഒരു അനുഭവത്തിലൂടെ തോന്നുന്നു. അതെ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ പറഞ്ഞ അക്കാഡമി പോലെ തന്നെ കുറെ അക്കാഡമികൾ ഇന്ന് കേരളത്തിലുണ്ട്. മറ്റുള്ള അക്കാഡമിയിൽ അപേക്ഷിച്ച് നമുക്ക് എന്താണ് പറയാനുള്ളത്? നമ്മളെ JPS ക്ലാസ്സസിനെ കുറിച്ചുള്ള നമ്മളൊരു കാര്യം എന്താണ്? നമ്മുടെ സ്പെഷ്യാലിറ്റി നമുക്ക് മെയിൻ ആയിട്ട് ഒരു കാര്യം, റിപ്പീറ്റർ ആയിട്ട് ഇവിടെ ചൂസ് ചെയ്യുന്ന കുട്ടികള് പഠിക്കുന്നതിൽ ഒരു പാതി പേരെ നമുക്ക് ഡോക്ടേഴ്സ് എന്നുള്ളൊരു സ്വപ്നത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്.
സാധാരണ കേസിൽ ഒരു പാസ് പെർസെന്റേജ് ഒരു 3-4% മാത്രമാണ്. അതിൽ നമുക്ക് പഠിക്കുന്ന കുട്ടികളിൽ അതും ഒരിക്കലും നമ്മളൊരു ടോപ്പ് സ്റ്റുഡൻസിനെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോപ്പ് സ്റ്റുഡൻസിനെ വെച്ചോണ്ടല്ല നമ്മുടെ സ്ഥാപനം പോകുന്നത്. നമ്മളിവിടെ വരുന്ന എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. ആ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്തിട്ട് അവരെ നല്ല രീതിയിൽ തന്നെ ട്രെയിൻ ചെയ്യിച്ചിട്ട് ആ ആവറേജ് സ്റ്റുഡൻസിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന കുട്ടികളിൽ പാതി പേരും ഡോക്ടർമാരായിട്ട് JPS തിരിച്ചു പോകുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് നമ്മളെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം. പിന്നെ അഡീഷണലി ഒരു കാര്യം അക്കാഡമിക്സിന്റെ കേസിൽ ഭയങ്കര സ്ട്രോങ് ആണ് നമ്മൾ. ഞാൻ കേരളത്തിൽ അത്യാവശ്യം എല്ലാ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും വർക്ക് ചെയ്തതാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60-70% ക്ലാസ്സുകൾ കുട്ടികൾക്ക് പക്ക അടിപൊളി ക്ലാസ്സുകൾ കൊടുക്കും. ഒരു 30% ക്ലാസ്സുകൾ കുട്ടികൾ അഡ്ജസ്റ്റബിൾ ആണ്, ആ രീതിയിൽ പോകുന്നതാണ്. പക്ഷെ ഇവിടെ നമ്മള് എനിക്ക് എന്റെ സർക്കിളിലുള്ള എന്റെ ഒരു കൂട്ടം നല്ല ടീച്ചേഴ്സ് ഉണ്ട്. എനിക്കറിയാം കുട്ടികൾക്ക് എന്താണ് വേണ്ടത്, അവർക്ക് വേണ്ടത് എന്താണോ അവരുടെ പൾസിനനുസരിച്ച് പഠിപ്പിക്കാൻ പറ്റുന്ന ടീച്ചേഴ്സ് തന്നെയാണ് ഓരോ സബ്ജക്റ്റിലും ഓരോ ചാപ്റ്റേഴ്സും പഠിപ്പിക്കാൻ വരുന്നത്. അത് കുട്ടികൾക്ക് ഏറ്റവും ഭയങ്കര ഹെൽപ്പാണ്. ഒപ്പം നമ്മൾ കൊടുക്കുന്ന എക്സാംസ്, നമ്മൾ കൊടുക്കുന്ന കുട്ടികൾ ഒരു എൻട്രൻസിന് പഠിക്കുന്ന കുട്ടി എപ്പോഴും ഭയങ്കരമായിട്ട് മെന്റലി വീക്ക് ആയിരിക്കും, ചിലപ്പോഴും സ്ട്രെസ്ഡ് ആയിട്ടായിരിക്കും കുട്ടി മുന്നോട്ട് പോകുന്നുണ്ടാവും. ഈ സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പ് നല്ല മെന്റേഴ്സും അവർക്ക് കൊടുക്കാനുള്ള മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ അവിടെ പ്രോപ്പർ ആയിട്ട് കൊടുത്തുകൊണ്ട് അത് തന്നെയാണ് JPSന്റെ സക്സസിന് പിന്നിലുള്ള ഏറ്റവും വലിയൊരു കാര്യം. JPSൽ വേറെ പാർട്ട്നേഴ്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, വേറൊരു ഇൻവെസ്റ്റ്മെന്റ് സൈഡിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രപ്പോസൽസ് നമ്മൾ വെച്ചിട്ട് മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പാൻഷൻ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഒറ്റയ്ക്ക് ആവുന്നില്ല. അപ്പൊ പിന്നെ ആ രീതിയിലുള്ള കാര്യങ്ങളിൽ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഇന്റർവ്യൂവിന് അല്ലാതെ തന്നെ ഇതിനു മുമ്പേ സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറയണ്ടായി. അതായത് ഇവിടെ കുറേ പേരുകൾ അഡ്മിഷൻ വരുന്ന സമയത്ത് നമ്മൾ അത്രയും ആളുകളെ അഡ്മിഷൻസ് എടുക്കുന്നില്ല. നമ്മൾക്ക് എത്രത്തോളം ആളുകളെ പഠിപ്പിക്കാൻ പറ്റുന്നുള്ളൊരു ഇത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ തന്നെ നമ്മളൊരു മണി മൈൻഡ് മാത്രമല്ലാതെ നമ്മൾ ഈ പറഞ്ഞ നമ്മൾ കൊടുക്കുന്ന സർവീസും അത്രയും ക്വാളിറ്റിയിൽ അത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു സാധനത്തിൽ എപ്പോഴെങ്കിലും ഒരു കോംപ്രമൈസ് വരുത്തേണ്ട അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതായത് എന്താണ് പറഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ വർഷം നമുക്ക് ഇവിടെ ആകെ ഉണ്ടായിരുന്നത് 2 ബാച്ചുകളാണ്. അതിൽ നിന്ന് മൂന്നാമത്തെ വർഷത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ റിപ്പീറ്ററും +1+2 എല്ലാം കൂടെ വന്നു 13 ബാച്ചുകളിലേക്ക് പോയി. ഈ 13 ബാച്ചുകൾ വന്നപ്പോൾ എന്റെ ടീം ഡെവലപ്പായി എല്ലാവരും. പക്ഷെ അതിൽ കുറെ പുതിയ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാവരും കൂടെ ആ ഒരു ടൈം എന്ന് പറയുന്നത് അത്രയും നമ്പർ ഓഫ് സ്റ്റുഡൻസ് വന്നപ്പോഴും പെട്ടെന്ന് നമുക്ക് അവരെല്ലാവർക്കും അവർ ഇൻഡിവിജ്വൽ അറ്റൻഷൻ എന്നുള്ളത് JPSന്റെ ഏറ്റവും കീ പോയിന്റ് തന്നെയായിരുന്നു. മക്കളിലേക്ക് എല്ലാവരിലേക്കും ഇറങ്ങിച്ചില്ല. പക്ഷെ അത് നമുക്ക് സാധിക്കാതെ വന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ മനസ്സിലായത് ആ ഒരു മൂന്നാമത്തെ വർഷം. നമ്മളും ആ സമയത്ത് എന്താ പറയാ അഡീഷണൽ ആയിട്ടുള്ള ഹോസ്റ്റലുകൾ എടുക്കുന്നു, കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യുന്നു, ഈ രീതിയിലേക്ക് ചിന്തിച്ചു, എല്ലാം പ്രോപ്പർ ആവുന്നു. പക്ഷെ എവിടേക്കോ എന്താണോ നമ്മുടെ ഒരു കാര്യം, നമ്മൾ എന്താണോ അവരിലേക്ക് അവരെ കൂടെ നിന്ന് ചെയ്തു കൊടുക്കുന്നത്, അത് പല കുട്ടികൾക്കും ചിലപ്പോൾ ആ ഒരു വർഷം കിട്ടാതെ പോയിട്ടുണ്ട്. അത് റിയലൈസ് ചെയ്തത് കൊണ്ട് തന്നെയാണ് പിന്നീട് ആ നമ്പർ നമ്മൾ ഒന്നും കൂടെ ലിമിറ്റ് ചെയ്തു. ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ അഡ്മിഷൻ അതും ഒരിക്കലും ലിമിറ്റ് ചെയ്യുമ്പോൾ ടോപ്പ് സ്റ്റുഡൻസ് നല്ല അപ്പോഴും കാറ്റഗറൈസ് ചെയ്യുന്നത് ഉള്ളതിൽ വരുന്ന കുട്ടികളിൽ ആദ്യം വരുന്ന ആളുകൾക്ക് നമ്മൾ അഡ്മിഷൻ കൊടുത്തു പോകും. നമ്മുടെ ഹോസ്റ്റലിന്റെ കപ്പാസിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ അഡ്മിഷൻ ക്ലോസ് ചെയ്യും. നമുക്ക് എത്തിപ്പെടാൻ പറ്റണം, നമുക്ക് അവരുടെ ഓരോ 2 പ്രശ്നങ്ങളും തീർത്തു കൊടുക്കും. തീർച്ചയായിട്ടും അതിനു വേണ്ടിട്ട് തന്നെയാണ് അങ്ങനെ ഒരു രീതിയിലേക്ക് ചിന്തിച്ചത്. നമ്മളെ ഇവിടെ അക്കാഡമിയിൽ എന്തൊക്കെ തരത്തിലുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മള് സ്റ്റാർട്ട് ചെയ്ത് തന്നെ റിപ്പീറ്റർ പ്രോഗ്രാമിലൂടെയാണ്. നീറ്റിന്റെ, അതായത് മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ് ഇഷ്ടപ്പെടുന്ന ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ നീറ്റിന്റെ കോച്ചിങ് ആണ് കൊടുക്കുന്ന. പിന്നെ വന്നിട്ട് എഞ്ചിനീയറിംഗില് ഏറ്റവും നല്ല കോളേജുകളിൽ ഇപ്പൊ IIT NIT പോലുള്ള ഇടത്തിലേക്ക് എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ എക്സാം ആണ് എഴുതാൻ പോകുന്നത്. ആ ജെയുടെ കോച്ചിങ് 2 റിപ്പീറ്റർ ബാച്ചുകൾ. അത് കൂടാതെ +1+2 സാധാരണ ട്യൂഷൻ മാത്രം ഫോക്കസ് ചെയ്യുന്നതിനൊപ്പം ഈ ട്യൂഷന്റെ കൂടെ തന്നെ കുട്ടികൾക്ക് എൻട്രൻസും കൂടെ കൊടുത്തുകൊണ്ട് ട്യൂഷനും എൻട്രൻസും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ലോങ് ടേം ബാച്ചുകൾ. പിന്നെ നമുക്ക് വന്നിട്ട് ക്രാഷ് പ്രോഗ്രാം വരും. അത് ചെറിയ സമയം മാത്രമായിരിക്കും. +2 കഴിഞ്ഞ പാടെ കുട്ടികൾക്ക് എൻട്രൻസിനൊന്ന് ഒരുങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം. അങ്ങനെ ക്രാഷ് പ്രോഗ്രാം. പിന്നെ 10th കഴിഞ്ഞ മക്കൾക്ക്, അതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അറിയേണ്ട ഒരു കാര്യം. അതായത് സാധാരണ റിപ്പീറ്റർ +2 കഴിഞ്ഞ ഒരു കുട്ടി റിപ്പീറ്റ് ചെയ്യാൻ വരുമ്പോൾ ആ കുട്ടീനെ സംബന്ധിച്ച് ആ ഒരു വർഷം മൊത്തത്തിൽ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. പക്ഷെ 10th കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടിയാണ് 11th 12th വേറെ ഏത് സ്കൂളിൽ പോകും. അവിടുന്ന് സാധാരണ രീതിയിൽ കുട്ടി കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. പിന്നെയാണ് ചിന്തിക്കുന്നത് എൻട്രൻസിനെ കുറിച്ച്. ഇതിന് പകരം 10th കഴിഞ്ഞ പാടെ മക്കള് നമ്മളെ അടുത്തേക്ക് വരുന്നു. അവരെ 11th 12th ഇവിടുത്തെ ടീച്ചേഴ്സ് തന്നെ ഇരുത്തി അവരെ പഠിപ്പിക്കുന്നു. അതിലൂടെ നമ്മൾ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. ആ ഒരു രീതിയിൽ ഇന്റഗ്രേറ്റഡ് ബാച്ചുകളും നമ്മളിപ്പോ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും ബാച്ചുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതിൽ തന്നെ ഈ കഴിഞ്ഞ വർഷം നമുക്ക് കേരളയില് വന്നിട്ട് ഫസ്റ്റ് 20 റാങ്ക് വന്നു, 55 റാങ്ക് വന്നു. ആ 20 റാങ്ക് കിട്ടിയിരിക്കുന്ന പ്രഫുല്ല റഷീദ് കൊയിലാണ്ടിക്കാരി തന്നെയാണ്. ആ മോളിപ്പം ജിപ്മർ പോണ്ടിച്ചേരിയിൽ പഠിക്കുകയാണ്. പിന്നെ
അഫ്ല എന്ന് പറയുന്ന മോളായിരുന്നു 55th റാങ്കിലേക്ക് വന്നത്. അവള് ഇപ്പം എയിംസ് ഭുവനേശ്വറിൽ പഠിച്ചുകൊണ്ടിരിക്കും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ കോളേജുകളാണ് അവിടെ നമ്മളെ കുട്ടികൾ ഇപ്പൊ എത്തിയിട്ടുണ്ട്. അതെ, ഈ ഇന്റർവ്യൂവിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഡോക്ടർ JP's ക്ലാസ്സസ് എന്ന് പറഞ്ഞ സ്ഥാപനം ഒരിക്കലും ക്വാണ്ടിറ്റി അല്ല നോക്കുന്നത്, അവർ ക്വാളിറ്റിയാണ് നോക്കുന്നത്. വരുന്ന സ്റ്റുഡൻസ് എത്രയാണോ ആ കുട്ടികളെ സ്വന്തം മക്കളെ പോലെ തന്നെ അവർക്കൊരു ഫ്യൂച്ചറിലൊരു അത് ഡോക്ടർ ആവണം എന്നുള്ള പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് ഇവിടെ ഉണ്ട്. ഇനി മുന്നോട്ടുള്ള ആളുകളും തീർച്ചയായിട്ടും JP's ചൂസ് ചെയ്യട്ടെ. JP's വലിയൊരു വിജയമാറട്ടെ. കേരളത്തിൽ മൊത്തം അത് സ്പ്രെഡ്, പല സ്ഥലങ്ങളിലായിട്ട് സ്ഥാപനങ്ങളുണ്ടാവട്ടെ. അപ്പം നിങ്ങളെ ഈ ഒരു നല്ല തിരക്കിലാണ് ഇപ്പം എന്നറിയാം. ആ സമയത്ത് നമുക്കൊരു ഹാഫ് ആൻ അവർ നമ്മളൊരു ഇൻ്റർവ്യൂവിന് ടൈം വന്നതിന് വളരെ സന്തോഷം. അപ്പം താങ്ക് യു സോ മച്ച്. ഓക്കെ, അവസാനമായിട്ട് ഒരു കാര്യം കൂടെ, നമ്മുടെ ഇപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് നല്ലൊരു വിശ്വാസം കൂടെ പറഞ്ഞിട്ട്. തീർച്ചയായും നമ്മുടെ JP'സിൽ ഇപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞ വിശ്വസ് എല്ലാവരും തീർച്ചയായിട്ടും ഇനി ഇവിടെ നിന്ന് പഠിക്കുന്ന കുട്ടികളും ഇപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളൊക്കെ വിജയിക്കട്ടെ, അവർക്ക് ഡോക്ടേഴ്സ് ആവട്ടെ, ഉയർന്ന നിലയിലെത്തട്ടെ, മുന്നോട്ട് അടിപൊളിയായിട്ട് പോകട്ടെ അല്ലേ. താങ്ക് യു.